ഹലോ എവരിവൺ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് MA ഇംഗ്ലീഷ് PA ഇംഗ്ലീഷിനൊക്കെ പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുണ്ടല്ലോ. ലാസ്റ്റ് സെമ്മിലാണ് പ്രോജക്റ്റ് വർക്ക് ചെയ്യാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട മെത്തഡോളജി, റിസർച്ച് മെത്തഡോളജി MLA 9th എഡിഷനാണ് യൂസ് ചെയ്യുന്നത്. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ 9th എഡിഷൻ ബേസ്ഡ് എങ്ങനെയാണത് സ്ട്രക്ചർ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. UGയുടെ പ്രോജക്റ്റിലാണേലും PGയുടെ പ്രോജക്റ്റിനാണേലും പേജ് വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് UGയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, അതായത് BA ഇംഗ്ലീഷിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലിറ്ററേച്ചറിൻ്റെയാണ് ഞാൻ പറയുന്നത്. ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ടൈറ്റിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്താണ് ടൈറ്റിൽ, എങ്ങനെയാണ് ടൈറ്റിൽ സെറ്റ് ചെയ്യുക എന്നാണ്. ഒരുപാട് റിവ്യൂസ് നോക്കിയതിന് ശേഷമാണ് നമ്മൾ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന ഒരു ടെക്സ്റ്റ്, അത് നോവലാകട്ടെ, ഷോർട്ട് സ്റ്റോറി ആകട്ടെ, പോയം ആകട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന, മനസ്സിലാവുന്ന, അല്ലെങ്കിൽ ചോദ്യമൊക്കെ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റുന്ന, ഇതിന് എക്സ്റ്റേണൽ ഇവാലുവേഷൻ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിൽ തിയറിയാണ് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തിയറി സെറ്റ് ചെയ്യുക. ഇപ്പോൾ മിത്ത് എന്നൊക്കെ പറയുന്ന തിയറികളുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ വായിച്ചു നോക്കും. അതായത് തിയറിയും വായിച്ചു നോക്കും, ഇഷ്ടപ്പെട്ട ടെക്സ്റ്റും വായിച്ചു നോക്കുന്നു. എന്നിട്ട് ഈ തിയറി ഇതിനകത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കേണ്ടത്. തിയറി മിത്തെന്ന് പറയുന്ന ഒരു തിയറിയാണെന്ന് വിചാരിക്കാം. അതിൽ ഒരു നോവലിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കും. ടൈറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ലെങ്തി ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഒരുപാട് ഷോർട്ട് ആവാനും പാടില്ല. ഒരു മിഡിൽ സൈസ്ഡ് ആയിട്ടുള്ളൊരു ടൈറ്റിലാണ് സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ ടൈറ്റിൽ സെറ്റ് ചെയ്യുമ്പോൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ എ സ്റ്റഡി ഓൺ, ആൻ എക്സ്പ്ലോറേഷൻ, അങ്ങനെയുള്ള എ ആൻഡ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഒന്നും യൂസ് ചെയ്ത് കണ്ടിട്ടില്ല. അത്തരത്തിലുള്ളൊരു ടൈറ്റിലാണ് സെറ്റ് ചെയ്യേണ്ടത്. ആയിട്ടൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റിൻ്റെ എക്സാമ്പിളാണ്. ടൈറ്റിൽ നോക്കൂ, പാരോ ഡ്രീംസ് ഓഫ് പാഷൻ ആസ് പോസ്റ്റ് മോഡേൺ റീഡിങ്. വെരി ഷോർട്ട് ടൈറ്റിലാണ്, അത് ലെങ്തിയുമല്ല. അപ്പോൾ ഒരു പേജ് സെറ്റ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ടൈറ്റിൽ ഓഫ് ദി വർക്കാണ്, അത് സെൻറ്ററിലാണ് കൊടുക്കുന്നത്, മുകളിലായിട്ട് സെൻറ്ററിലാണ് കൊടുക്കുന്നത് ഫസ്റ്റ് പേജിൽ. അതിൽ പാരോ ഡ്രീംസ് ഓഫ് പാഷൻ എന്ന് പറയുന്നത് ഇറ്റാലിക്സിലാണ് കൊടുത്തിരിക്കുന്നത്. വർക്ക് എപ്പോഴും ഇറ്റാലിക്സിലായിരിക്കണം. ഇപ്പോൾ നമ്മുടെ ടൈറ്റിൽ ഓക്കെ ആയിട്ടുണ്ട്. ടൈറ്റിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കണം. ഇത് ഞാൻ UGയുടെ പ്രോജക്റ്റിൻ്റെ കാര്യമാണ്. മാക്സിമം 30 പേജാണ് വേണ്ടത്. മാക്സിമം 30 പേജും മിനിമം ഒരു 25 പേജും, അതായത് 25-നും 30-നും ഇടയിലുള്ള പേജുകൾ വേണം. നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്നാണ്. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ നമ്മൾ ഓഥറിനെ പറ്റിയാണ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തൊക്കെയാണ് ഓഥറിനെ പറ്റി എഴുതുമ്പോൾ ഉൾപ്പെടുത്തേണ്ടത്. സാധാരണ ഒരുപാട് കാര്യങ്ങൾ ഓഥറിനെ പറ്റി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഒരു 5-8 പേജൊക്കെ മതിയാവും, 6-7-8 പേജുകളൊക്കെ മതിയാവും ഒന്നാമത്തെ ചാപ്റ്ററിൽ. ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഓഥറിനെ പറ്റി എഴുതുമ്പോൾ അയാളെപ്പറ്റി എന്തും എഴുതാം. എന്ന് വെച്ചാൽ അയാളുടെ ലൈഫ്, അയാളുടെ വർക്ക്സ്, അയാളുടെ അച്ചീവ്മെൻറ്റ്സ്, അയാൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻസ്, ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളിക്കുമ്പോൾ തന്നെ ഈ 6-7 പേജിൽ ഉൾപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ പേജ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ പേജിൽ ചാപ്റ്റർ 1 മുതൽ നമ്മുടെ ലാസ്റ്റ് പേജ് വരെ വരുമ്പോൾ ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ്. അപ്പോൾ നമ്മളുടെ വർക്ക് വായിക്കുമ്പോൾ, ചാപ്റ്റർ 1 മുതൽ വായിക്കുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ വേണം പോകാനായിട്ട്. എന്ന് വെച്ചാൽ
വളരെ സ്മൂത്ത് റീഡിങ്, ഒരു സംശയം തോന്നാത്തക്ക വിധത്തിലായിരിക്കണം നമ്മൾ ചാപ്റ്ററിനെ ക്രോഡീകരിച്ച് വെക്കേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ പേജ് എങ്ങനെ ഇരിക്കണം? ടൈംസ് ന്യൂ റോമൻ ആണ് ഉപയോഗിക്കുന്നത്. ഫോണ്ട് എന്ന് പറയുന്നത് ടൈംസ് ന്യൂ റോമൻ ആണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 12 ആണ്. ഓരോ ലെറ്ററിൻ്റെയും സൈസ് എന്ന് പറയുന്നത് 12 ആണ്. പ്രോജക്റ്റിൽ ഉടനീളം ഈ ഒരു ഫോണ്ടും സൈസുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു പേജിൽ ലൈനുകളുടെ ഇടയിലുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് ഡബിൾ സ്പേസിംഗ് ആണ്. പിന്നെ ഡബിൾ സ്പേസിംഗ് അലൈൻമെൻറ്റ് എങ്ങനെ ഇരിക്കണം? ലെഫ്റ്റ് അലൈൻമെൻ്റ് ആണ് വരുന്നത്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ടൈംസ് ന്യൂ റോമൻ ആയിരിക്കണം. അതുപോലെ ചാപ്റ്റർ 1 മുതൽ, അതായത് ത്രൂ ഔട്ട് ദ പ്രോജക്റ്റിൽ ഡബിൾ സ്പേസിംഗ് ആയിരിക്കണം. ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നോക്കൂ, ഒരു സൈഡിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരേപോലെ അലൈൻ ചെയ്തിരിക്കുന്നു, റൈറ്റ് സൈഡിൽ ഇറഗുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. അതാണ് ലെഫ്റ്റ് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഡബിൾ സ്പേസിംഗ് ആയിരിക്കണം. നമ്മൾ ചിലർ PDF-ൽ നിന്നും ടെക്സ്റ്റിൽ നിന്നും വേറെ സോഴ്സിൽ നിന്നും ഒക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട് പ്രോജക്റ്റിൽ. പക്ഷേ അന്നേരം ഉൾപ്പെടുത്തുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അനാവശ്യമായിട്ടുള്ള ഡോട്ടഡ് ലൈൻസ്, ക്വസ്റ്റ്യൻ മാർക്ക്, അനാവശ്യമായിട്ടുള്ള ഇൻവേർട്ടഡ് കോമ, അങ്ങനെയുള്ള പഞ്ച്വേഷൻസ് എല്ലാം കളഞ്ഞ് വേണം നമ്മളതിലേക്ക് പ്രോജക്റ്റ് കൊണ്ടുവരാൻ. ഇല്ലെങ്കിൽ പ്രോജക്റ്റിൽ ഒരിക്കലും ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ ഒരു ചോദ്യം ചോദിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളോ ക്വസ്റ്റ്യൻസോ ഒന്നും ഉപയോഗിക്കാറില്ല. ശരിക്കും നമ്മുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു ആൻസർ ആയിരിക്കണം. നമ്മൾ എന്താണോ അതിൽ കണ്ടുപിടിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ ആൻസറാണ് പ്രോജക്റ്റിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ എല്ലാ പേജുകളും ഇങ്ങനെ തന്നെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം സെറ്റ് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ചാപ്റ്റർ ഓഥറിനെ പറ്റി എഴുതുക, ഒരു 5-6-7 പേജ് എഴുതുക. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചാപ്റ്ററിൽ തിയറിയാണ് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്ന തിയറി ഇപ്പോൾ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ഗോർ എന്ന് പറയുന്ന നോവലിൽ നാഷണലിസം എന്ന് പറയുന്ന തിയറി അപ്ലൈ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുക. ആ തിയറി നാഷണലിസത്തിനെ പറ്റി എന്തൊക്കെ മെറ്റീരിയൽസ് കിട്ടാൻ പറ്റുമോ അത്രയും ഉൾപ്പെടുത്തുക. ഒരു 10-12 പേജ് ഉൾപ്പെടുത്തുക. ഞാൻ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞു അനാവശ്യമായിട്ടുള്ള ഇൻവേർട്ടഡ് കോമാസ്, പങ്ക്ച്വേഷൻസ്, ഡോട്ടഡ് ലൈൻസ്, ക്വസ്റ്റ്യൻ മാർക്സ് അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കോട്ടിങ്സുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഉപയോഗിച്ചതിന് ശേഷം ഓഥറിൻ്റെ സെക്കൻഡ് നെയിമും പേജ് നമ്പറും ബ്രാക്കറ്റിലിടുക. ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പേജ് നമ്പർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ കഴിഞ്ഞു. ഇനി തേർഡ് ചാപ്റ്ററാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ. നമ്മുടെ നാഷണലിസം ഈ വർക്കിൽ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ കാണിക്കണം. അങ്ങനെ ചുമ്മാതെ കാണിച്ചാൽ പോരാ. ചില സിറ്റുവേഷൻസ്, ചില ക്യാരക്ടേഴ്സിൻ്റെ പ്രവൃത്തികൾ, ചില ക്യാരക്ടേഴ്സിൻ്റെ ഡയലോഗ്സ്, ചില ഈവൻറ്റുകൾ ഒക്കെ നാഷണലിസ്റ്റിക് എലമെൻറ്റ് കാണിക്കുന്നവയാണ്. സപ്പോസ് പേജ് നമ്പർ 30 ഒരു ഡയലോഗ് ഉണ്ടെന്ന് വിചാരിക്കുക. അതെങ്ങനെ കോട്ട് ചെയ്യും? അപ്പോൾ തേർഡ് ചാപ്റ്ററിൽ നാഷണലിസം ഇൻ ഗോർ എന്ന് കൊടുക്കുന്നു. ചാപ്റ്റർ 3 നാഷണലിസം ഇൻ ഗോർ. ഈ ചാപ്റ്റർ 1, 2, 3 എന്ന് കൊടുക്കുന്നത് സാധാരണ കണ്ടിട്ടുള്ളത് ഡിജിറ്റ്സുകളാണ്, നമ്പർ 1, 2, 3 എന്നിവ. ഒരു ക്ലാസ്സിൽ എല്ലാവരും തന്നെ ഒരുപോലെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് നമ്മുടെ വർക്കിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വർക്കിൽ ഉടനീളം ഇങ്ങനെ ഒരു എലമെൻറ്റ് ഇതിനകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നു. ചാപ്റ്റർ തുടങ്ങിയതിന് ശേഷം ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ടാഗോറിൻ്റെ വർക്കിൽ നിന്ന് സൈറ്റ് ചെയ്യാൻ പോകുന്നതിനെയാണ് ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്സൈഡ് ടെക്സ്റ്റിൽ സൈറ്റ് ചെയ്യുമ്പോഴാണ് സെക്കൻഡ് നെയിം ഓഫ് ദ ഓഥറും പേജ് നമ്പറും കൊടുക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന വർക്കിലാണെങ്കിൽ പേജ് നമ്പർ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ സൈറ്റേഷൻ ഇങ്ങനെ വരും. ഡബിൾ ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്യുക,
ലൈൻസ് പോയിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പേജ് നമ്പർ 30 എന്ന് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഫുൾ സ്റ്റോപ്പ് ഇടുക. 3 സെൻറ്റൻസൊക്കെ വരെ നമുക്ക് ഈ വിധത്തിൽ ഇൻഡെക്സ് സൈറ്റേഷൻസ് വയ്ക്കാവുന്നതാണ്. പക്ഷേ 4 സെൻറ്റൻസൊക്കെ വരികയാണെങ്കിൽ ഹാങ്ങിങ് ഇൻഡൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഹാങ്ങിങ് ഇൻഡൻ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിനകത്ത് നോക്കിയേ, ഈ പേജിലേക്ക് നോക്കുമ്പോൾ പേജ് തുടങ്ങിയിരിക്കുന്നത് 1 ടാബാണ്. 1 ടാബ് അടിക്കുക. അത് കഴിഞ്ഞാൽ 3-4 ലൈൻസ് കഴിഞ്ഞു. അടുത്ത പാരഗ്രാഫ് 1 ടാബിൽ തുടങ്ങണം. അതിനുശേഷം നമ്മൾ 3-ാമത്തെ പാരഗ്രാഫ് പോലെ കിടക്കുന്നത് ശരിക്കും ഹാങ്ങിങ് ഇൻഡൻ്റ് ആണ്. 3-ാമത്തെ പാരഗ്രാഫ് പോലെ കിടക്കുന്നത് ഹാങ്ങിങ് ഇൻഡൻ്റ് ആണ്. അത് ആ 2-ാമത്തെ പാരഗ്രാഫിൻ്റെ ബാക്കിയാണ്. അതെങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, ആ പാരഗ്രാഫും തുടങ്ങിയിരിക്കുന്നത്, സെക്കൻഡ് പാരഗ്രാഫ് തുടങ്ങിയിട്ട് 1 ടാബ് അടിച്ചതിന് ശേഷം അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ കോളൻ കൊടുക്കുക. കോളൻ കൊടുത്തതിന് ശേഷം ഒരു ഏകദേശം 1 ഇഞ്ചോളം ആ ലൈൻസ് തള്ളി വയ്ക്കുക. അപ്പോൾ അത് ഹാങ് ചെയ്ത് കിടക്കുന്ന പോലെ തോന്നും. എന്നിട്ട് ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്തിട്ട്, ഇൻവേർട്ടഡ് കോമ ഇല്ല, എന്നതിന് ശേഷം ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത പേജ് നമ്പർ ഇടുക. അപ്പോൾ ഇൻഡെക്സ് സൈറ്റേഷനിൽ ഹാങ്ങിങ് ഇൻഡൻറ്റും അല്ലാത്ത സൈറ്റേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് ചോദിച്ചാൽ, ആദ്യത്തെ ഇൻഡെക്സ് സൈറ്റേഷനിൽ ഡബിൾ ഇൻവേർട്ടഡ് കോമ ഓപ്പൺ ചെയ്യുന്നു, ലൈൻസ് തുടങ്ങുന്നു, ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റ് ഇടുന്നു, പേജ് നമ്പർ ഇടുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഇൻഡെക്സ്ഡ് സൈറ്റേഷൻ കൊടുത്തേക്കുന്നത് കണ്ടോ? ഗോർ ബെല്ലീവ്സ് ദാറ്റ് ഡീപ് റിഗാർഡ്സ് ഓൺവേർഡ്സ് ഡബിൾ ഇൻവേർട്ടഡ് കോമ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഗുഡ് കഴിഞ്ഞിട്ട് ഡബിൾ ഇൻവേർട്ടഡ് കോമ ക്ലോസ് ചെയ്ത് പേജ് നമ്പർ മാത്രം ഇട്ട് ഫുൾ സ്റ്റോപ്പ് ഇടും. പക്ഷേ ഹാങ്ങിങ് ഇൻഡൻറ്റിൽ ഞാൻ ആദ്യം കാണിച്ച ഫോട്ടോ പോലെ തന്നെ. അങ്ങനെ നമ്മുടെ 3-ാമത്തെ ചാപ്റ്ററും കഴിഞ്ഞു. ഇനി 4-ാമത്തെ ചാപ്റ്ററായ കൺക്ലൂഷൻ. അത് ഏകദേശം ഒരു 1.5-2 പേജൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ വർക്കിൻ്റെ ലിമിറ്റേഷൻസും നമ്മുടെ വർക്ക് കൊണ്ട് ഒരു പ്രോജക്റ്റ്, ഒരു റിസർച്ച് അവസാനിക്കുന്നില്ലല്ലോ. അപ്പോൾ ഇതിന് കുറച്ച് സാധ്യതകളൊക്കെ ഉണ്ട്, സ്കോപ്പൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പേജാണ് വർക്ക് സൈറ്റഡ്. എല്ലാവർക്കും തെറ്റുന്നതും എക്സ്റ്റേണൽ വരുമ്പോൾ ആദ്യം തന്നെ നോക്കിയിട്ട് അതിൻ്റെ എറർ കണ്ടുപിടിക്കുകയും ചെയ്യുന്ന, ഈസി ആയിട്ട് എറർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് വർക്ക് സൈറ്റഡ്. ഏകദേശം ഒരു 1.25 പേജ് 1.5 പേജൊക്കെ ആളുകൾ എഴുതാറുണ്ട്. അതിനകത്തും ടൈംസ് ന്യൂ റോമനും ഡബിൾ സ്പേസിങ്ങും അതുപോലെ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ, പേരുകളൊക്കെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് കൊടുക്കുന്നത്. അത് ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. വെബ് പേജാണ് കൊടുക്കണമെങ്കിൽ, ബുക്കാണ് കൊടുക്കുന്നതെങ്കിൽ, മൂവിയാണ് കൊടുക്കുന്നതെങ്കിൽ, ജേണലാണ് കൊടുക്കുന്നതെങ്കിലൊക്കെ ഞാൻ തരംതിരിച്ച് ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആ പാറ്റേൺ അനുസരിച്ച് മാത്രം ഹെഡിങ് നോക്കി ആ പാറ്റേൺ അനുസരിച്ച് വർക്ക് സൈറ്റഡ് സെറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ സൈറ്റേഷൻ ജനറേറ്റർ എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സൈറ്റേഷൻ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പങ്ക്ച്വേഷൻസ് ഒന്നും എറർ വരില്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു UG പ്രോജക്റ്റിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ അബ്സ്ട്രാക്റ്റിനെ പറ്റി ഞാൻ സംസാരിച്ചില്ല കേട്ടോ. ടൈറ്റിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അബ്സ്ട്രാക്റ്റ് എഴുതണമെന്നുണ്ട്. അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ചെറിയൊരു പാരഗ്രാഫ് മാത്രമേ വരുള്ളൂ. അബ്സ്ട്രാക്റ്റിൽ ഹെഡിങ് അബ്സ്ട്രാക്റ്റ് എന്ന് കൊടുത്തിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന വർക്ക് ഇതാണ്, അതിൽ ഞാൻ ഇതൊക്കെയാണ് കണ്ടെത്താനായിട്ട് പോകുന്നതെന്നൊക്കെ പറഞ്ഞാണ് അബ്സ്ട്രാക്റ്റ് സെറ്റ് ചെയ്യുന്നത്. അതിനകത്ത് കീ ടേംസ് എന്ന് പറഞ്ഞിട്ട്, ഇപ്പം ഞാൻ ഗോർ നാഷണലിസം ആണെങ്കിൽ ഗോർ നാഷണലിസം കീ ടേംസ് എന്ന് കൊടുക്കുന്നു. അതാണ് അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എക്സാമ്പിൾ, പിന്നെ ഉള്ള UGയുടെ പ്രോജക്റ്റ് കഴിഞ്ഞാൽ PGയുടെ പ്രോജക്റ്റാണ്. UGയും PGയും ഒരേപോലെയാണ് ചെയ്യുന്നത്, പക്ഷേ പേജ് വ്യത്യാസമുണ്ട്. PGയുടെ പ്രോജക്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു 12-13 ഒക്കെ വരും. UGക്ക് 6-7 വരുള്ളൂ. PGയുടെ സെക്കൻഡ് ചാപ്റ്ററും അതുപോലെ തന്നെ ഒരു 12-13 ഒക്കെ വരും. UGയുടെ പക്ഷേ ഒരു 8-9 അങ്ങനെ വരുള്ളൂ.
തേർഡ് ചാപ്റ്റർ PGയുടെ ഒരു 25-26 വരും. പക്ഷേ UGയുടെ ഒരു 10-12 വരുള്ളൂ. UGയുടെ കൺക്ലൂഷനൊക്കെ 1.5 പേജൊക്കെ ഉണ്ടാവുള്ളൂ. PGയുടെ അങ്ങനെയല്ല, 3-4-5-6 പേജൊക്കെ വരും. വർക്ക് സൈറ്റഡ് UGയുടെ 1.25 പേജ് 1.5 പേജൊക്കെ, പക്ഷേ ഒരു 3-4 പേജ് PGക്ക് വരുന്നതായിരിക്കും. 60 പേജിൻ്റെ അടുത്ത് വരണമല്ലോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം. ഒരു പേജ് സെറ്റ് ചെയ്യുമ്പോൾ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ആ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷനിൽ ടൈംസ് ന്യൂ റോമൻ, ഡബിൾ സ്പേസിങ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, അതുപോലെ 1 ടാബ് ഒരു പാരഗ്രാഫിൽ, പാരഗ്രാഫ് തമ്മിലുള്ള അകലം 1 എൻറ്റർ, അതുപോലെ ഡബിൾ സ്പേസിങ് ആണ്. പിന്നെ വരുന്നത് ടൈറ്റിൽ ഇൻട്രൊഡക്ഷൻ, ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ കൊടുത്തല്ലോ, അതിൽ ഡിജിറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡിജിറ്റ്സ് ആയിട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ തന്നെയാണ് കണ്ടൻറ് പേജിലും കൊടുക്കുന്നത്. ഫ്രണ്ട് ഷീറ്റ്സ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. പിന്നെ പേജ് നമ്പർ കൊടുക്കും കേട്ടോ. ഇപ്പോൾ മധു ബാലൻ എന്നാണ് ഒരു കുട്ടിയുടെ പേരെന്ന് വിചാരിക്കുക. അപ്പോൾ പേജ് നമ്പർ കൊടുക്കുന്നത് ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്പർ 1 ആണ് പേജ്. പക്ഷേ അതവിടെ നമ്പർ 1 കാണിക്കാൻ പാടില്ല, പക്ഷേ അതവിടെ ഉണ്ട്. നമ്പർ 2 പേജ്, അടുത്ത പേജ് എടുത്തതിന് ശേഷം ബാലൻ 2, നമ്പർ 3 ബാലൻ 3 എന്ന് റൈറ്റ് കോർണറിൽ, ടോപ്പ് റൈറ്റ് കോർണറിലാണ് പേജ് നമ്പർ എഴുതേണ്ടത്. നമ്മുടെ പേരിൻ്റെ, നമ്മുടെ സെക്കൻഡ് നെയിമും ഒരിത്തിരി സ്പേസും പേജ് നമ്പറും. ഒരു ചാപ്റ്ററിൻ്റെയും ടൈറ്റിൽ പേജിൽ നമ്പർ ഇടാൻ പാടില്ല, പക്ഷേ ആ നമ്പർ അവിടെ ഉണ്ട്. പിന്നെ ഇൻഡൻറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ഹാങ്ങിങ് ഇൻഡൻറ്റ്. അത് എത്ര തള്ളി അകത്തേക്ക് വെക്കണം എന്നുള്ളത് 0.5 ഇഞ്ചാണ് കേട്ടോ. ഒരു നോർമലായിട്ടുള്ള സെൻറ്റൻസിൽ നിന്നും 0.5 ഇഞ്ച് കണക്കാണ്, ഇഞ്ചാണ് തള്ളി വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയുക. ഫ്രണ്ട് ഷീറ്റ്സ് സെറ്റ് ചെയ്യുന്നതും അബ്സ്ട്രാക്റ്റ് സെറ്റ് ചെയ്യുന്നതും ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. താങ്ക് യു.